ഹലോ അസ്സാം വലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഫ്രീ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഖുർആൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ക്യൂ നോക്കറ, നല്ല വലിയ ക്യൂ ആണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളെല്ലാം പറയുന്നുണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കേരളം വരെ നീണ്ടു നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കോമഡിയാണ് കേട്ടോ. അപ്പം അത്രയും നല്ല വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. അത് നിന്ന് ഓരോ മിനിറ്റിനനുസരിച്ചിട്ട് ഓരോ ബസ്സുകാരിങ്ങനെ ഇറങ്ങുക, ക്യൂ നിൽക്കുക, ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ പ്രിന്റ് ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്താണ്. അപ്പം അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവന് ഓരോ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജിതിലാന്. അങ്ങനെ നമുക്ക് അകത്തേക്ക് കയറിയിട്ടാണ് ഉള്ളത്. ഇനി ഇപ്പറാണ് ഇതാ പ്രിന്റ് ചെയ്യുന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഈ ഒരു ഇപ്പുറത്തെ വശമാണെന്ന് പറയുന്നത് ഇവിടെ പ്രിന്റ് ചെയ്യുന്ന ഖുർആൻ, അത് ഏതൊക്കെ മോഡലിൽ ഏതൊക്കെ രീതിയിലാണ് ഖുർആൻ പ്രിന്റ് ചെയ്യുന്നുള്ളത് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷെൽഫിൻ്റെ അകത്ത്, ഈ ഒരു വലിയൊരു ഷെൽഫിൻ്റെ അകത്ത് ഇവർ പ്രിന്റ് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഖുർആനാണ്, ഏതൊക്കെ മോഡലാണെന്നുള്ളത് ഇവർ ഇവിടെ ഓരോ ഖുർആനും ഷോ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തരികയാണ് ഏതൊക്കെയാണത്. അപ്പോൾ ഒരുപാട് പല വെറൈറ്റിയിൽ, പല രീതിയിൽ, പല വലുപ്പത്തിൽ ഖുർആൻ ഇവിടുന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഖുർആനാണ് കണ്ണ് കാണാത്തവർക്ക് ഓതാൻ വേണ്ടിയിട്ടുള്ള ഖുർആൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഒരു ഖുർആൻ ഉണ്ട് എന്ന് പോലും ഞാൻ അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു ഖുർആൻ ഉണ്ട് എന്ന് പോലും ഇപ്പോഴത്ര അറിയുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് നമ്മളെ പല സ്ഥലങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കും നമ്മളെ ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലം. കാരണം അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുന്നത് ഓരോ പേജുകളാണ്, ഓരോ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ആ മെഷീനിൽ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇനി നമുക്ക് പുറത്തേക്ക് കീഞ്ഞ് കുറച്ച് അങ്ങോട്ടൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് ഖുർആൻ തരുന്നത്. അപ്പം ചെറിയ കുട്ടികൾക്ക് അവർക്ക് കണക്കായിട്ടുള്ള ചെറിയൊരു ഖുർആൻ, മദ്രസയിലേക്ക് ഫസ്റ്റ് പോകുമ്പോൾ ഒരു ഫുള്ള് 30 ജ്യൂസ് തന്നെ കിട്ടുന്നില്ല, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് അവിടുന്ന് ഖുർആന് കിട്ടാറുള്ളൂ മദ്രസയിൽ നിന്ന്. അപ്പം ആ ഒരു ഖുർആൻ മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. ആ ഒരു വില്ലതും അതുപോലെ തന്നെ എന്താ പറയുക, വലിയ അക്ഷരങ്ങളിൽ എഴുതിയിട്ടൊക്കെയാണ് ഇവനിക്ക് ഖുർആൻ കൊടുക്കുന്നത്. അതാണ് ഇവനിക്കുള്ള ഖുർആന്. അപ്പോൾ ഓനത് കിട്ടിയപ്പം തന്നെ പറയുന്നുണ്ട് എനിക്ക് സമാധാനമായി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി മദ്രസയിൽ പോകുമ്പോൾ എടുക്കാലോ എന്നെല്ലാം പറയും. അങ്ങനെ ഓനിക്ക് ഒരു ഖുർആൻ കിട്ടിയപ്പോൾ തന്നെ ഓന് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നല്ല എന്താ പറയുക ഗാർഡൻ ആയിരുന്നു. അപ്പം അവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഖുർആൻ ഇങ്ങനെ മേടിച്ചിട്ടൊക്കെ നിൽക്കുമ്പോൾ വീഡിയോ എടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഖുർആൻ. അങ്ങനെ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഖുർആൻ്റെ ആ ഒരു നല്ലൊരു എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കാണാൻ. പിന്നെ നമ്മൾ 2-3 ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു, ഒരു സെൽഫി ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയാണ്. പിന്നെ ഇവിടെ പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഷോപ്പുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം. നമ്മൾ അധിക സാധനങ്ങളും അവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിരിക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മറ്റൊരു സിയാറത്ത് കേന്ദ്രത്തിലേക്കാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇടതുഭാഗത്ത് നോക്കി പള്ളി, ഏറ്റവും മുകളിൽ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ഫത്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് ഇജാബത്ത് കിട്ടുകയൊക്കെ ചെയ്തത് ഇവിടുന്നാണ്. ആ പള്ളിയാണ് മുകളിൽ കാണുന്നത്. സബുൽ മസാജിദ് എന്ന 7 പള്ളികൾ എന്നാണ് അർത്ഥം. ഇവിടെ ഈ കാണുന്ന താഴത്ത് കാണുന്ന പള്ളിയാണ് മസ്ജിദ് സൽമാനുൽ ഫാരിസി. മസ്ജിദ് സൽമാനുൽ ഫാരിസിയാണ് ഈ ഇടത് താഴ്ഭാഗത്ത് ഈ തറയിൽ കാണുന്നുണ്ടോ? ഈ കരിങ്കല്ലുകൊണ്ടുള്ളത് ബീവിയുടെ പേരിലുള്ള പള്ളിയാണ് ഈ പള്ളി. കാണുന്നുണ്ടോ? ഇതെന്താണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പള്ളികളുണ്ട്. ഖന്തക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ നിർത്തിയത്, സ്വഹാബത്തിനെ നിർത്തിയത് ഓരോ സ്ഥലങ്ങളിലാണ്. അവർ നിന്ന സ്ഥലങ്ങളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പള്ളികൾ ഉണ്ടാക്കിയിട്ടുള്ളത്.
ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. മഹാനവറുകള് അന്ന് ഭരണം നടത്തിയിരുന്ന കോട്ടൻ അത് നോക്കി നിങ്ങളൊന്ന് സംരക്ഷിക്കപ്പെടാതെ ഇട്ടുപോയതിന്റെ അടയാളായിട്ട് ഇതൊക്കെ നശിച്ചുപോയി. ആ ബിൽഡിംഗ് ഒക്കെ കോട്ടയിൽ പെട്ടതാണ്. ഹിജാസ് റെയിൽവേ എന്ന് പറയുന്ന തുർക്കിയിൽ നിന്ന് 2400 കിലോമീറ്റർ ഇസ്താംബൂൾ പട്ടണം അടക്കമുള്ള പട്ടണങ്ങളെ ബന്ധിപ്പിച്ച് മക്ക മദീന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേയുടെ ബാക്കി ഭാഗങ്ങളാണിത്. ഒന്നാം ലോക മഹായുദ്ധ കാലത്താണിത് ഇതിന്റെ സർവീസ് നിലച്ചു പോയത്. ഇതൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് ഇതെടുത്ത് ചെയ്ത് എടുത്തതാണ്. ഈ ചെറിയ പള്ളി കണ്ടോ? ഈ പള്ളിയുടെ പേരാണ് മസ്ജിദ് സുഖിയ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുന്ന വഴിയിൽ നബി തങ്ങൾ അവിടെ വിശ്രമിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത സ്ഥലമാണ് ഈ സ്ഥലം. വലതുഭാഗത്ത് കാണുന്ന ഒരു പള്ളി, വലതുഭാഗത്ത് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പേരക്കുട്ടികളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതിലെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഫാത്തിമ ബീവിയുടെ വീടാണ് ഈ കാണുന്നത്. കാണുന്നുണ്ടെങ്കിൽ നോക്കി നിങ്ങള് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. നമുക്ക് ആ സംവിധാനങ്ങളൊക്കെ ചിലപ്പോ ഒരു പക്ഷേ ഇവിടുന്ന് വന്നതായിരിക്കും അല്ലേ? അടുക്കളയിൽ തന്നെ കിണറിലേക്ക് അല്ലേ? ഞാൻ ഈ അടുത്ത് മണ്ണാർക്കാട് ഭാഗത്തൊരു വീട്ടിൽ പിന്നെ അതിനുശേഷം നമ്മൾ നബിയുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടിക്ക് വെള്ളം എടുത്തിരുന്ന ആ ഒരു കിണർ കാണാൻ വേണ്ടിക്കാണ് പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഫുള്ള് ഇവര് ഇൻഷാ അല്ലാഹ് വൈകാതെ നമുക്ക് അധികം വൈകാതെ ഇവിടെ തുറന്ന് കാണാൻ കഴിയും. ഇടത് ഭാഗത്തേക്ക് നോക്കി കണ്ടോ കണ്ടോ ഫോട്ടോ എടുക്കി കണ്ടില്ലേ? അതിന്റെ ഇപ്പുറത്തൊക്കെ ടാപ്പ് വെച്ച് കണ്ടില്ലേ? അവിടുന്ന് വെള്ളം എടുത്തിരുന്നു. ഇപ്പൊ വെള്ളം കൊടുക്കുന്നില്ല അവര്. അത് പണികൾ പൂർത്തിയാക്കിയിട്ട് ഈ കിണറ്റില് വെള്ളം കിട്ടോ, ധാരാളം വെള്ളമുണ്ട്. ഞാന് വഫാത്തായാൽ എന്റെ ജനാസ കുളിപ്പിക്കാൻ ഇതിൽ നിന്ന് 7 തോൽപാത്രം വെള്ളം എടുത്തിട്ട് കുളിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിരുന്നു. ഓ അലി, ഞാൻ വഫാത്തായാൽ എന്റെ ജനാസ കുളിപ്പിക്കാൻ വെള്ളം എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവര് പാകിസ്ഥാനിൽ നിന്നൊക്കെ ആളുകൾ വന്നാൽ ഇവര് വല്ലാതെ അങ്ങോട്ട് ആയിപ്പോവും. അതുകൊണ്ടാണ് ഇവരെന്തായത് അടച്ചു. പെരും തിരക്കായിട്ട് ഇവിടെ റോഡ് ഫുള്ള് ബ്ലോക്കായി പോകും ആളുകളെ കൊണ്ട്. ഇവിടൊക്കെ എന്താ പറയുക, സ്റ്റെപ്പുകൾ ഉണ്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാനേ. പഴയ കാലത്തെ കിണറുകളൊക്കെ ആണല്ലോ, കിണറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇപ്പം കാണുന്ന പോലെ നമുക്ക് താഴെ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കാനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ ഉൾഭാഗത്തിന്റെ ഫോട്ടോസൊക്കെ പുറത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈത്തപ്പഴം വാങ്ങിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ ഒരു സൂക്കാണ്. നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അമ്പർ, സഫാവി, സുക്കരി എല്ലാ ഈത്തപ്പഴം ഉണ്ടാവും. നോക്കിയിട്ട് വില നിങ്ങൾക്ക് പാകാണെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. അതിനതിൽ കമ്മീഷനൊന്നുമില്ല എന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടും. അങ്ങനെ പിന്നെ നമ്മൾ ഈത്തപ്പഴം വാങ്ങിക്കോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. നമ്മൾ വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു റേറ്റ്, നമുക്ക് പാകാവുന്ന റേറ്റ് ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ചെറിയൊരു തണുപ്പ്, വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇങ്ങനെ നമ്മൾ നേരെ ഈ കാണുന്നത് ഈത്തപ്പഴത്തിന്റെ തോട്ടാണ് കേട്ടോ. കുറെ ഇഷ്ടം പോലെ ഉണ്ട് ഈത്തപ്പഴത്തിന്റെ ആ ഒരു മരങ്ങള്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ എന്താ പറയാ ഈത്തപ്പഴം വാങ്ങിക്കാൻ വേണ്ടിക്ക് നമുക്ക് അകത്തേക്ക് കയറുക ചെയ്യുന്നത്. പുറത്താണെങ്കിൽ അത്തറൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പുറം കുറേ പക്ഷികളും അതുപോലെ തന്നെ എന്താ പറയാ ടർക്കി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഈത്തപ്പഴത്തിന്റെ അവിടെ കയറുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. മിഠായി ആയിട്ടും ഉണ്ട്, അതുപോലെ തന്നെ ടോയ്സ്, പിന്നെ ഈത്തപ്പഴത്തിന്റെ പല വെറൈറ്റി ഈത്തപ്പഴങ്ങള്
അങ്ങനെ പിന്നെ കുറേ വള അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കൈമിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ, വിചാരിക്കാണ്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ കൈമിൽ ക്യാഷ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. വേണ്ട, ഇത് കുറച്ചൊക്കെ ഹെവിയാണ് വാച്ചൊക്കെ കാണാൻ വേണ്ടി, പക്ഷെ ഒരു കാണാൻ ഒരു എന്താ പറയുക, ഒരു ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവന് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പിന്നെ ഒന്ന് പോയാൽ ചെയ്ത്, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വിടുകയാണ്. നമ്മൾ ഇനി അടുത്ത സിയാറത്തിന്റെ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇവന്റെ കയ്യിലുള്ളത് ടോയ്സ് ആണ് ട്ടോ. അത് മറ്റുള്ളവരെ കേശൊന്നും കൊടുക്കത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. അടുത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ എന്താ പറയുക ഈത്തപ്പഴ തോട്ടത്തിലേക്കും അതുപോലെ തന്നെ താമസിച്ചിരുന്ന വീട്, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് ആഴം കാണുന്നുണ്ട്, അതന്നെ കിണറ്. ഇവിടെ ഇതാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ വീടും വീടിന്റെ തറയും ഇതൊക്കെയാണ് ഇത് കാണുന്നത്. ഇപ്പുറത്ത് എന്താണ്, ഇത് കിണറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന് ഇങ്ങനെ ഒരു തൗഫീഖ് കൊടുത്തതിന് ശേഷം മഹാനവറുകൾ എന്തായിട്ടില്ല, ഈ സ്ഥലം വിട്ടു പോയിട്ടില്ല. ഇതൊക്കെയാണ് മറവി കിട്ടില്ല സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്. ഇനി സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ തോട്ടം അങ്ങനെ നമ്മൾ സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ വീടൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ തോട്ടത്തിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തോട്ടത്തിലെ എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ടു. അവിടുത്തെ വലിയ തോട്ടാട്ടോ, ചെറുതൊന്നുമല്ല, വലിയ തോട്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു ഉസ്താദ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ ഇവിടത്തേക്ക് പോയി, നേരെ റൂമിലേക്ക് പോക്കായി. ബിലാൽ റളിയല്ലാഹുവിന്റെ വീട് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. വീട് നിലനിന്നിരുന്ന സ്ഥലത്താണ് ഈ പള്ളി ഉള്ളത്, മസ്ജിദ് ബിലാൽ. അങ്ങനെ നമ്മളിപ്പം സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ റൂമിലേക്ക് ഹോട്ടലിലേക്ക് എത്തിയിട്ടാണ് ഉള്ളത്. ഇനി ഇവിടെ എത്തുന്ന സമയം എന്ന് പറയുന്നത് ഉച്ച ആ ഒരു ടൈമിലാണ് നമുക്കിപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചും ഒന്ന് റെസ്റ്റ് എല്ലാം എടുത്തിട്ട് വേണം ഇപ്പം പള്ളിയിലേക്ക് പോവാൻ. കാരണം അവിടുന്നാണ് ഇനി നിസ്കരിക്കാനുള്ളത്. ഏഷ വരെ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടുന്ന് നാളെ പോക്കായി. അപ്പം ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ മദീനത്ത് അവിടെ നിൽക്കാനുള്ളത്. അപ്പം മാക്സിമം ആ ഒരു പള്ളിയിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നാണ് ആ ഒരു പ്ലാനിലാണ് ഉള്ളത്. പിന്നെന്ന് പറയുന്നത് റൗള ഷെരീഫിലും കൂടി ഇന്നലെ നമ്മൾ രാത്രി വന്നതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് ഒന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല, ശരിക്കും ഒന്നും കണ്ടിട്ടില്ല. ഒന്ന് വന്ന് നിസ്കരിച്ച് പിന്നെ അതേപോലെ തന്നെ തിരിച്ച് പോവുക ചെയ്തത്. കാരണം നന്നാ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നിസ്കാരമെങ്കിലും പള്ളിയിൽ നിന്ന് നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ടാണ് അന്നേരം രാത്രിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം പോകുന്ന വഴിക്ക് ഇവിടെ എല്ലാം ഫുള്ളും ഗോതമ്പൊക്കെ ഇട്ടുകൊടുക്കുകയാണ് എല്ലാവരും. അത് പിന്നെ പ്രാവിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നാലെ തന്നെയാണ് അതിന്റെ കളിക്കോത്താ ഉള്ളത്. അതുകൊണ്ട് ഓൻ നല്ല ഹാപ്പി ആയി. നമുക്ക് ഇന്ന് മദീന ഈ ഒരു പള്ളി നമുക്ക് ഏകദേശം ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പച്ചക്കുബ്ബ, അത് ഞാൻ ഉപ്പാട് കുറേ ആയി പറയുന്നത്, പച്ചക്കുബ്ബ കണ്ടിട്ടില്ലല്ലോ, അത് എവിടെയാണ്, നമ്മൾ ഇവിടെ എവിടെ കാണുന്നില്ലല്ലോ എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പ അതിനെ എനിക്ക് കാണിച്ചു തരാം, നിസ്കരിച്ചതിന് ശേഷം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കതിനെ കാണിച്ചു തരാന്നല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ പോയി കാണണം. ഇന്നലെ രാത്രി കൊട പൂട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു മദീനത്തെ ആ ഒരു കൊട അത് തുറന്നു വെച്ചിട്ടുള്ളത് ഉണ്ടാവും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇന്നലെ ആ ഒരു പൂട്ടിയിട്ടാ കണ്ടത്. ഇന്നാണെങ്കിൽ അത് അങ്ങനെ നിവർത്തി വെച്ചിട്ടാ ഉള്ളത്. ഇത് അടക്കുന്നത് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പറ്റുമോന്ന് അറിയില്ല, നോക്കാം. കണ്ടില്ലെങ്കിൽ കണ്ടുന്ന് പറയാം. അപ്പൊ ഇത് എവിടുന്നാണ് നമുക്ക് നിസ്കരിക്കാന്നുള്ളത് കൺഫ്യൂഷൻ. കുറെ നമ്പർ ഉണ്ട്. അപ്പൊ ആ ഒരു നമ്പറിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ചിലതില് പെണ്ണുങ്ങൾക്കാണ് പ്രവേശനം, ചിലതില് ആണുങ്ങൾക്കാണ്. അപ്പൊ ഏതാണെന്ന് അറിയില്ല. അപ്പൊ ഒന്നില് നോക്കി, അപ്പൊ അവിടെ അല്ല. എന്നിട്ട് അങ്ങനെ വേറൊരു വെയിലിട്ട് തന്നെ വന്നിട്ട് പിന്നെ 19-ാം നമ്പർ അതുപോലെ തന്നെ 20-ാം നമ്പറിലാണ് പിന്നെ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിക്ക് കയറാൻ വേണ്ടിക്ക് കഴിഞ്ഞത്.
അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറി. ആണുങ്ങളൊന്നും ആ ഒരു ഭാഗത്തേക്ക് അടുപ്പിക്കത്തില്ല. ആണുങ്ങളെ വേറെ തന്നെയാണ്, പെണ്ണുങ്ങളെ വേറെയാണ്. അങ്ങനെ നമ്മൾ നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ബോട്ടിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് അവിടെ നിന്ന് സംസം വെള്ളം പൈപ്പിലൂടെ കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ സംസം വെള്ളമൊക്കെ നിറച്ച് ബോട്ടിലാക്കിയിട്ട് ബാഗിലിടുക ചെയ്തത്. അതിനു വേണ്ടിയാണ് നമ്മൾ വലിയ ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായത്, ബോട്ടിൽ ഇട്ട് വെക്കാന്നുള്ള ആ ഒരു അങ്ങനെ ഉദ്ദേശത്തോടെയാണ്. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഉപ്പാടെ ഇല്ല എന്നൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞു ഇത്ര നമ്പറിൽ ഉണ്ട്, ഗേറ്റിന്റെ അവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെയും കൂട്ടി നേരെ ഇതാ നമ്മളെ ആ ഒരു പച്ച കുബ്ബ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷാട്ടെ. കാരണം നമ്മള് കഅബയും അതുപോലെ തന്നെ അതിന്റെ കൂടെ നിൽക്കുന്നതാണ് ഈ പച്ച കുബ്ബ. അപ്പൊ ഇതും കൂടി കാണണമല്ലോ. കാരണം ഒന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ, അപ്പൊ ഇതും കൂടി കാണാൻ ആശയുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പാട് പറഞ്ഞോണ്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉപ്പ പറഞ്ഞു എനിക്ക് എന്തായാലും ഞാൻ കാണിച്ചു തന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ പള്ളിയുടെ മുമ്പിലല്ല, പള്ളിയുടെ നേരെ ബാക്കിലാണ് ഈ ഒരു കുബ്ബ, പച്ച കുബ്ബ ഇരിക്കുന്നത്. അങ്ങനെ ഇതിന്റെ ആ ഒരു വശത്ത് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എല്ലാവരും ദുആയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ആ ഒരു ഇതാണ് നമ്മളുടെ റൗള ഷെരീഫിലേക്കുള്ള എൻട്രി ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് മെയിൻ എൻട്രി. അതായത് അതിലോട്ട് ആണുങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, പെണ്ണുങ്ങളെ ആ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിക്ക് വിടത്തില്ല. അതില് നമുക്ക് പാസ് ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷെങ്കിൽ 1-ാം നമ്പറിൽ കയറാൻ പറ്റില്ല, അതായത് മെയിൻ ഡോറിലോട്ട് കയറാൻ പറ്റത്തില്ല. നേരെ നമുക്ക് 3-ാം നമ്പറിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ആദ്യം ഈ പാസ് ഉണ്ടായിരുന്നില്ല, പിന്നീട് ഇപ്പോഴാണ് റൗള ഷെരീഫിലേക്ക് ഈ ഒരു പാസ് വെച്ചിട്ടുള്ളത്. അത് മൊബൈലില് നുസുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പിൽ ആഡ് ആക്കണം, എന്നിട്ട് അത് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കാണെങ്കിൽ പാസ് കിട്ടിയിട്ടില്ല, 3 ആൾക്കും കിട്ടിയിട്ടില്ല, ഉമ്മാക്കും കിട്ടിയില്ല, റാബിക്കിനും കിട്ടിയില്ല, അതുപോലെ തന്നെ എനിക്കും കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷയ്ക്ക് ശേഷം ഇത് ഫ്രീ ആയിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട് റൗള ഷെരീഫിലേക്ക്. പക്ഷെ ഡയറക്റ്റ് റൗള ഷെരീഫിലേക്ക് കയറാൻ പറ്റത്തില്ല, പകരം ജന്നയിലേക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ, ജന്ന കാണാൻ സാധിക്കും. അങ്ങനെ നമ്മ ഇശാ നിസ്കരിക്കാൻ വേണ്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ 31-ാം നമ്പറിലാണ് നമ്മൾ കയറി നിസ്കരിക്കാൻ വേണ്ടിക്ക്. അപ്പൊ മുമ്പിൽ തന്നെയായിരുന്നു 32-ാം നമ്പറും. അപ്പൊ അവിടെ ഡോറ് തുറന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ മുമ്പിൽ തന്നെയായിരുന്നു നിന്നത്. അപ്പൊ ആൾക്കാരൊക്കെ ഓടി കയറുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വെച്ചാൽ ഉമ്മ ഡോറ് തുറന്നു തോന്നുന്നു പറഞ്ഞിട്ട് നമ്മൾ നിസ്കരിച്ച് കയ്യിലും നമ്മൾ അവിടെ നിന്ന് നേരെ കീണിട്ട് നേരെ 32-ാം നമ്പറിലേക്ക് കയറിപ്പോയാ ചെയ്തത്. കയറിയപ്പോഴാണ് ആ ഒരു രംഗാണിത്. അപ്പൊ ഇവിടെയാണ് 32-ാം നമ്പറിൽ കയറി എല്ലാവരും അവിടെ ഇരിക്കരുത്. എന്നിട്ട് അവിടെ നിന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ശാന്തായിട്ട് ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. ആ ഇരുന്നതിന് ശേഷം അവിടുത്തെ ഒരു ഗേറ്റ് തുറന്നതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ ഈ ഒരു 1-ാം നമ്പറിൽ നമുക്ക് എത്തിയ ചെയ്തതാ. ഈ കാണുന്നതാണ് ജന്ന. സത്യം പറഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടെ ഇരുന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്ര എത്തി, ഇനിയിപ്പോ ഇവിടെ നമ്മ പോക്കായി, ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷെങ്കില് എന്തോ ഭാഗ്യവശാൽ നമുക്ക് അവിടെ കയറാൻ പറ്റി. ഈ ഒരു സ്ഥലം, ഈ ഒരു റൗള ഷെരീഫ് നമുക്ക് കാണാനും പറ്റി. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട്. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത്. അങ്ങനെ നിസ്കാരവും നിസ്കരിച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറെ സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടുന്ന് 32-ാം നമ്പറിന്ന് ഈ ഒരു 2-ാം നമ്പറിലേക്ക് 1-ാം നമ്പറിലേക്ക് ഓടിച്ചെല്ലാന്ന് പറയുന്നത് ഭയങ്കര പണിയായിരുന്നു. നല്ല ദൂരം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഓടിയത്. ഇത്രയും ഞാൻ പണ്ട് ഒരു 4-ാം ക്ലാസ്സിനോ മറ്റോ ഓടിയതാണ്, പിന്നെ ഇപ്പോഴാണ് ഞാൻ ഓടുന്നത്. അത്രയും ഇടയ്ക്ക് കാരണം ശ്വാസം പോലും കിട്ടിയിട്ടില്ല ഓടിയിട്ട്. അവിടുന്ന് ഒരു സ്ത്രീയോട് ഒരാളോട് ഞാൻ വെള്ളം ചോദിച്ചിട്ട് അവർ എനിക്ക് വെള്ളം തരുന്നത്. അപ്പോഴാണ് കുറച്ചൊന്ന് ശ്വാസമൊക്കെ ഒന്ന് നേരെ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉമ്മാനെയും അനിയത്തിനെയും ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റക്ക് ഓടിപ്പോയായിരുന്നു. പിന്നീട് അവിടെ ചെന്നപ്പോൾ പിന്നെ ഉമ്മാനെയും കണ്ടു, അവരെയും കണ്ടിരുന്നു, അവർ വേഗം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ഉപ്പാനെ അന്വേഷിച്ച് പോയാണ്. ഉപ്പ പുറത്ത് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് റൗള ഷെരീഫിലെ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ നടക്കുകയായിരുന്നു ഉപ്പാന്റെ അടുത്തേക്കും. പിന്നെ ഉപ്പാനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ നമ്മ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റി, നമുക്ക് കയറി നിസ്കരിച്ചു എല്ലാം പറഞ്ഞു. അപ്പൊ ഉപ്പ പറഞ്ഞു നിങ്ങൾ അവിടെ എത്തിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് പാസ് കിട്ടിയിട്ടില്ല. നമ്മൾ കയറുന്ന വെച്ചാൽ നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ തിരിച്ച് വരാന്ന് പറഞ്ഞിട്ടായിരുന്നു നിന്നത്.
അപ്പൊ ഉപ്പാനെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ റോദ ഷെരീഫിൽ കയറി ഉപ്പാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ കയറിയപ്പോ അപ്പൊ ഉപ്പ വിചാരിച്ചത് അതിന്റെ ഉള്ളിൽ എത്തിയിട്ടില്ല, കണ്ടിട്ടില്ല, നമ്മ കുറച്ചിങ്ങോട്ടായിട്ട് നിന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഉപ്പാനോട് എന്ത് പറഞ്ഞിട്ട് ഉപ്പാക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ലാസ്റ്റ് ഫോട്ടോയും വീഡിയോയും ഞാൻ എടുത്ത് കാണിച്ചെടുത്തപ്പോ ഉപ്പ പറഞ്ഞു നീ ഇവിടെ എത്തിയിട്ടല്ലേ, ഞാൻ വിചാരിച്ച എത്തിയിട്ടില്ല എന്ന്. ഇപ്പൊ ഏതായാലും കണ്ടില്ലേ, നല്ല എണ്ണയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നേരെ റൂമിലേക്ക് പോക്കായി. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ എല്ലാം കഴിഞ്ഞു. സന്തോഷത്തോടെ കൂടിയാണ് നമ്മൾ തിരിച്ചു പോയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.